നമസ്കാരം. നമ്മൾ ഇന്ന് വെളുത്തുള്ളിയെ സംബന്ധിച്ചുള്ള ഒരു കൃഷി രീതി ആണ് വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതാണ് വെളുത്തുള്ളി. നല്ല ഇനം വെളുത്തുള്ളിയായത്. ഈ വെളുത്തുള്ളി എങ്ങനെ കൃഷി ചെയ്യാം? വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയല്ലേ? അപ്പോൾ കൃഷി ചെയ്ത് കുറച്ച് വെളുത്തുള്ളി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നത്. ഞാൻ ഇതേപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇവിടെ മൂന്നാറിനടുത്ത്, അപ്പം മൂന്നാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ, ഉയർന്ന പ്രദേശങ്ങളിൽ വെളുത്തുള്ളി കൃഷിയുണ്ട്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട, കോവിലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരമ്പരാഗതമായി വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന, പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ വെളുത്തുള്ളി വിളവെടുക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് വെളുത്തുള്ളി നട്ട് വളരെ വിജയകരമായ ഒരു കൃഷി എടുക്കുകയുണ്ടായി. അത് കേട്ടറിഞ്ഞപ്പോഴാണ് എനിക്കും വെളുത്തുള്ളി കൃഷിയെ സംബന്ധിച്ച് ഒരു ചെറിയ ഐഡിയ മനസ്സിലുണ്ടാകുന്നത്. അപ്പം എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കിലോ വെളുത്തുള്ളി വാങ്ങി, വെളുത്തുള്ളി എടുത്ത് നമ്മൾ വേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. വെളുത്തുള്ളിക്ക് വേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തണുത്ത പ്രതലത്തിൽ, ഇങ്ങനെ വെള്ളത്തിനകത്തല്ല വെക്കേണ്ടത്, തണുത്ത പ്രതലത്തിൽ മണ്ണിനകത്ത് ഇങ്ങനെ വെച്ചിട്ട്, ഇങ്ങനെയാണ് വെക്കുന്നത്. ഇത് മണ്ണാണെന്ന് കരുതുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഇതിൻ്റെ ചുറ്റും. അപ്പോൾ ഈ കുടം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് തണൽ ഉള്ള ഭാഗത്ത് അങ്ങ് വെച്ചേക്കുക. ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും നല്ല വേരുണ്ടാവും. നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുക. 5 ദിവസം കഴിഞ്ഞു, നല്ല വേരുണ്ടായി. ഇനി ഇത് നമ്മൾ ഓരോ അല്ലിയായിട്ട് തിരിച്ചും എടുക്കണം. വലിയ പാടൊന്നുമില്ല. അല്ലിയായിട്ട് തിരിച്ചെടുത്തിട്ട് നമുക്ക് ശേഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് വെളുത്തുള്ളി നടുന്നതെന്നുള്ളത് ഒന്ന് കണ്ടുപഠിക്കാം. ജനുവരിയിൽ നമ്മൾ വെളുത്തുള്ളി കൃഷി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് കണ്ടോ? ഇതാണ് വേര് വന്ന വെളുത്തുള്ളിയുടെ കുടം. കാണാലോ നമുക്ക്. ഇത് കണ്ടോ? അപ്പോൾ എല്ലാത്തിനും വേര് വന്നിട്ടുണ്ട്. ഇനി ഈ വേര് വന്ന വെളുത്തുള്ളി ഓരോ പീസാക്കി അടർത്തിയെടുക്കണം. വേര് പോകാതെ വേണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് 2 ചുള വെളുത്തുള്ളിയാണ്. ഇതൊരു ചുള വെളുത്തുള്ളി. ഇതും നമുക്ക് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് അതാണ്. അതായത് വെളുത്തുള്ളി വേര് പിടിപ്പിക്കാൻ വെക്കുമ്പോൾ ഒത്തിരി താത്തി വെക്കരുത്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് അടർത്തി എടുക്കാം. നമ്മൾ വെളുത്തുള്ളി എല്ലാം അല്ലി തിരിച്ച് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ബേസിനകത്തേക്ക് പെറുക്കിയിടാം. അപ്പോൾ 60 കുഴി വെളുത്തുള്ളി ഉണ്ട്. ഓരോ അല്ലി വെച്ചാണ് നമ്മൾ നടുന്നത്. 60 കുഴി നടാനുണ്ട്. അപ്പം നമുക്ക് ഈ 4 പാത്രത്തിലായിട്ട് ഒരു പാത്രത്തിൽ ഒരു 15 കുഴി വെച്ച് നമുക്ക് കുഴി ഉണ്ടാക്കിയിട്ട് നടുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എല്ലുപൊടി ഇടണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കട്ടയെല്ലാം ഉടച്ച്, ഈ മണ്ണ് പാകപ്പെടുത്തുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞില്ല കേട്ടോ. ഈ മണ്ണ് നമ്മൾ കുമ്മായം തൂളി ഒരു 3-4 ദിവസം ഇട്ടിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ തൈ നടാൻ പോകുന്നത്. എല്ലുപൊടിയും വേപ്പിണ്ണാക്കും ഇത് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. വാരിയിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തത് അങ്ങോട്ട് ഇടുകയാണ്. എത്ര ഇട്ടാലും നല്ലതാണ്. ചാണകപ്പൊടി ചേർക്കാത്തത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ചാണകവും ഒരല്പം രാസവളവും ചേർത്ത് കലക്കി ഒഴിച്ചാൽ ഡബിൾ ആക്ഷനാണ്. ചെടി പെട്ടെന്ന് എടുത്തു പോരും. അതുകൊണ്ടാണ് ഇപ്പോൾ ചാണകപ്പൊടി ചേർക്കാത്തത്. ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട്. ഈ മണ്ണ് നനഞ്ഞ മണ്ണാണ്.
രാവിലെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നനച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ വെളുത്തുള്ളി അല്ലി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. 60 അല്ലിയുണ്ട്. അപ്പോൾ 4 പാത്രത്തിൽ നമ്മൾ നടാനായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. 15 4 60. ഒരു പാത്രത്തിൽ നമ്മൾ ഒരു 15 വെളുത്തുള്ളി വെച്ച് അങ്ങോട്ട് വെച്ചാൽ മതി. പയ്യെ ചെരിച്ചാണ് വെക്കുന്നത്, വേര് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മണ്ണേ ഇടാവുള്ളൂ, 1/2 ഇഞ്ച് കനത്തിൽ. പതിനഞ്ച് അല്ലി വെളുത്തുള്ളി നമ്മൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പുതയിടണം. പുതയിടുന്ന നല്ലത്. ഇനിയൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും മുള പൊങ്ങി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിതിനു മുമ്പ് നട്ടിട്ടില്ല, ആദ്യം നടന്നതാണ്. അപ്പോൾ പരീക്ഷണാർത്ഥം നമ്മൾ നടത്തപ്പെടുന്ന ഒരു കൃഷിയാണിത്. ഈ കൃഷി പഠിച്ച് അടുത്ത സീസണിൽ ഈ കൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം, ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് നമ്മൾ വിത്ത് വെച്ച് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. മണ്ണിട്ട് മൂടണം. ഇതും അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മൾ 4 പാത്രത്തിൽ വെളുത്തുള്ളി വിത്തൊക്കെ നട്ട് ക്ലിയറാക്കി വെച്ചു. ഇത് നമുക്കിതൊന്ന് നനയ്ക്കാം എന്നാണ് നല്ലത്. ഒരുപാട് വെള്ളം കുത്തിച്ചാടേണ്ട ആവശ്യമില്ല. നമ്മൾ വെളുത്തുള്ളി കൃഷി ആരംഭിച്ചു. അതിൻ്റെ മുകളിൽ ചപ്പിട്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നനച്ചാൽ 10 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കൃഷിയുടെ തുടക്കമാണ്. ഓരോ ഘട്ടങ്ങളിലും കൃഷിയുടെ വിശേഷങ്ങളെ സംബന്ധിച്ചെല്ലാം ഓരോ വീഡിയോ ഇട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഞാനും പുതിയ ആളായതുകൊണ്ട് എനിക്കും കുറേ പഠിക്കാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.